ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു, പച്ച മഞ്ഞൾ. അതിൻ്റെ കുഞ്ഞ് വിളവെടുപ്പാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന തേരിപ്പുറത്താണ് കേട്ടോ ഞങ്ങളുടെ പച്ചമഞ്ഞൾ, വെള്ളക്കൂവ, ചേമ്പ്, മരിച്ചിനി ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. പച്ചമഞ്ഞൾ പുഴുതെടുത്ത ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവിടെ അധികം ഒന്നും മഞ്ഞൾ കാണാൻ കഴിയാത്തത്. ഇവിടെ നിന്നാണ് ഇളക്കിയെടുത്തത്. മഞ്ഞൾ എടുത്തതിന് ശേഷവും കുറച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ്. ഇനിയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രജനി ചേച്ചിയും ഞാനും കൂടെയാണ് കേട്ടോ മഞ്ഞൾ തോണ്ടിയെടുത്തത്. ചേച്ചി പറഞ്ഞു അതവിടെ നിൽക്കട്ടെടി, അത് അടുത്ത തവണ മഞ്ഞൾ പൊടിച്ചു വരുമെന്ന് പറഞ്ഞു. ഈ കാണുന്നത് കൂവയാണ്. കുഞ്ഞുമക്കൾക്ക് കുറുക്ക് രൂപത്തിൽ കഴിക്കാൻ കൊടുക്കാവുന്ന നല്ലൊരു പോഷകാഹാരമാണ് വെള്ളക്കൂവ. പൊതുവേ ഇവിടെ കാർത്തിക മാസത്തിലാണ് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വിളവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചേമ്പ് നിൽപ്പുണ്ട് നമുക്ക്. വെള്ളക്കൂവ 2 മൂട് പച്ചമഞ്ഞളും കൂടി ഇനി പുഴുതെടുക്കാനായിട്ട് ബാക്കിയുള്ളൂ. തേരിപ്പുറം ആയതുകൊണ്ട് മഴ സമയത്ത് എപ്പോൾ വേണോ ഈ നട്ടു വച്ചിരിക്കുന്നതൊക്കെ ഇടിഞ്ഞിഞ്ഞ് താഴെ പോരാം. പിന്നെ കൂവയൊക്കെ പാകമായാണ് നിൽക്കുന്നത്. 2 ദിവസത്തിൽ വിളവെടുപ്പ് കാണും. വീഡിയോ കാണുന്ന ഇത്രയും പച്ചമഞ്ഞളാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരുപാടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഇത്രയും പച്ചമഞ്ഞളിന്. 2-3 കുറച്ച് വീഡിയോ കാണുന്ന അത്രയും പച്ചമഞ്ഞൾ ചെടിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇതിനി നല്ലോണം കഴുകിയെടുക്കണം. ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് പച്ചമഞ്ഞളിന്. പ്രധാനമായും പച്ചമഞ്ഞളിൻ്റെ ഗുണങ്ങൾ ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഒക്കെ പച്ചമഞ്ഞൾ സഹായിക്കുന്നു. ഏതൊരു കാര്യത്തിനും ഗുണമുള്ളതുപോലെ തന്നെ ദോഷവശങ്ങളും ഇതിനുമുണ്ട്. കൂടുതൽ കഴിക്കുന്നത് വയറിളക്കം, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ദിവസവും 12 ഗ്രാമിൽ കൂടുതൽ കഴിക്കരുത്. വേനൽക്കാലത്ത് മഞ്ഞൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് കാരണമായേക്കാം. ഈ കാണുന്ന ഇത്രയും അടുത്ത തവണ നടാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മഞ്ഞൾ ഇത്രയും ബക്കറ്റിൽ കാണുന്ന അത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിനി 4-5 വെള്ളം കഴുകിയെടുക്കണം. പച്ചമഞ്ഞൾ ആൻറ്റിബാക്ടീരിയൽ ഗുണങ്ങളും ചർമ്മരോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയുമാണ്. തൊലിപ്പുറത്തുള്ള വ്രണങ്ങൾ, ചൊറിച്ചിൽ എന്നിവയ്ക്ക് നല്ലതാണ്. കൂടാതെ മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. കുഴിനഖം, മൈഗ്രെയിൻ തുടങ്ങിയവയ്ക്കും പരിഹാരമായി മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ശരീരത്തിൽ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മഞ്ഞൾ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇവ സഹായിക്കും. കിട്ടിയ മഞ്ഞളെല്ലാം കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്നത് പപ്പ നട്ടിട്ടുള്ള കോവത്തൈയാണ് കേട്ടോ. വീട് വെച്ച സമയത്ത് 2 മൂട് നട്ടിട്ടുണ്ടായിരുന്നു. പടിക്കെട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കോവവള്ളി നട്ടിട്ടുള്ളത് കേട്ടോ. ഭാഗ്യത്തിന് 2ഉം പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. കോവയ്ക്ക് ഷുഗർ പേഷ്യൻസൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നു. നമുക്ക് കിട്ടിയ മഞ്ഞൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം കറിക്കാണെങ്കിൽ വറുത്തെടുക്കണം. നമ്മളല്ലാതെ സ്കിൻ കെയറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാലോ റോസ് വാട്ടറോ മിക്സ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലെ കുർക്കുമിൻ എന്ന സംയുക്തം ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും ഗ്യാസ്ട്രിക്സ് പോലുള്ള അവസ്ഥകളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും. ആവശ്യമുള്ള മഞ്ഞൾ എടുത്തതിന് ശേഷം നടാൻ വേണ്ടി എടുത്ത അതിൻ്റെ കിഴങ്ങും മൂടുമാണ് കാണുന്നത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ.